പെന്തക്കോസ്തുകാരെ കുറ്റം പറയുകയാണെന്ന് പറയരുത്. തെമ്മാടിത്തരങ്ങൾ കാണുമ്പോഴാണ് അതങ്ങ് പറഞ്ഞു പോവും. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ആമാശയം നിറയ്ക്കാനും നിറഞ്ഞവൻ കൂടുതൽ നിറയ്ക്കാനും ആഡംബര ജീവിതത്തിനായി എന്ത് ചെറ്റത്തരവും വിളിച്ചു പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? അതുകൊണ്ട് തലമുതിർന്ന പാസ്റ്റർമാർ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇത് നിങ്ങളെക്കുറിച്ച് പറയുന്നതല്ല, തെമ്മാടിത്തരം കാണിക്കുന്നവരെയാണ് ഇത് പറയാൻ കാരണം. ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് പാസ്റ്റർമാരും സുശേഷകരും വിശ്വാസികളും എനിക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. കോട്ടയത്ത് കഴിഞ്ഞ ആഴ്ച പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തിയ ഒരു ഉത്സവം കൊണ്ടാടി, ഐക്യ പെന്തക്കോസ്ത് സമ്മേളനം. അതിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ചില ബിരുദന്മാർ വിളിച്ചു കൂവിയത് പൊറുക്കാനാവാത്ത തെമ്മാടിത്തരമാണ്. പെന്തക്കോസ്തുകാർ ഒരു കാലത്ത് സിനിമാ തിയേറ്ററുകൾ, സിനിമയോ അമ്പല കമ്മിറ്റികളുടെ ഒരു ഉത്സവമോ ബാലയോ പള്ളി കമ്മിറ്റികളുടെ നാടകമോ ഒന്നും കാണാൻ പോകില്ലായിരുന്നു. എന്തിനേറെ സ്വന്തം വീടുകളിൽ TV പോലും വെച്ച് പരിപാടികൾ കാണില്ലായിരുന്നു. വേർപാടിന്റെ പേരിൽ ലോകമയത്വം വെടിഞ്ഞവർ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ എന്ന് പാടി ആരാധിച്ച കാലത്ത് അവർക്കുണ്ടായിരുന്ന എല്ലാ പരിമിതികളിലും ഇല്ലായ്മകളിലും അവരുടെ ഉള്ളിൽ നിറഞ്ഞ സ്വർഗീയ തത്വമായിരുന്നു പ്രത്യാശ എന്നത്. എന്നാൽ ഇന്ന് പ്രത്യാശയുടെ പേരിൽ ഉത്സവം നടത്തുന്ന നവബന്ധക്കോസ്ത് സുവിശേഷകർ, സ്വയം പ്രഖ്യാപിത അപ്പോസ്തലർ, പ്രാകൃത ലോകത്തിന്റെ കമ്മിറ്റികളെ കടത്തിവെട്ടുന്ന ഇസബേലുകൾ ആറാടുന്ന സാത്താന്യതയ്ക്ക് വിളക്ക് കത്തിച്ച് പുതിയ തലമുറയ്ക്ക് മുന്നിൽ ജഡത്തിന്റെ മാലിന്യങ്ങളിലേക്കുള്ള പെരുവഴി വെട്ടി തുറന്നിരിക്കുന്നു. ലജ്ജാകരം. 4 ദിവസത്തെ കോട്ടയം മാമാങ്കം കഴിഞ്ഞപ്പോൾ ആളുകൾ ഓർത്തിരിക്കുന്ന 2 പ്രസംഗങ്ങളാണ്. അത് ഒന്ന് രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം, അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ക്രിസ്തു എന്ന വാതിലിനെ കുറിച്ചുള്ള പ്രസംഗം. കേട്ടവരെല്ലാം കൈയടിച്ചു. ഒരു സുവിശേഷ പ്രസംഗവൻ അല്ലാതിരിക്കെ ഒരു അക്രൈസ്തനായ അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹം എടുത്ത വിഷയത്തോട് നീതി പുലർത്തി പ്രസംഗിച്ചു. പക്ഷെ അദ്ദേഹം പോലും അറിഞ്ഞില്ല ഈ കൺവെൻഷൻ മൊത്തത്തിൽ കള്ളപ്രവാചകന്മാർക്ക് സഭയിലേക്ക് പിൻവശത്ത് ചുവർ പൊളിച്ചു കൊടുക്കുന്ന വേറൊരു വാതിൽ തുറക്കുന്ന ഏർപ്പാടാണെന്ന്. മറ്റൊരു പ്രസംഗം ഒരു ന്യൂജൻ സുവിശേഷകന്റെ, അതായത് മൂത്ത സുവിശേഷകന്റെ മകൻ നടത്തിയ നട്ടവന്റെ ഭാര്യയെ നനച്ചവൻ കൊണ്ടുപോയാലും വളരുമാറാക്കുന്ന ദൈവം ഇവരുടെ സഭയെ അങ്ങനെ അങ്ങനെ വളർത്തും എന്ന ഭീകര വ്യാഖ്യാന വിവാദ പ്രസംഗം. പറഞ്ഞു വെച്ച ഭാഷളത്വം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ പാടിയ പല്ലവി എന്താണെന്ന് അറിയാമോ? പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്തു എന്നാണ്. ശരിയാണ്, മുറിച്ചത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അപൂർണമാക്കി മുറിച്ചെടുത്ത ഭാഗമല്ല പുറത്തു വന്നതും അനേകർ വിമർശിച്ചതും. മാത്രമല്ല, ആളുകൾ അറിയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ബഹുമാന്യ പ്രഭാഷകൻ പറഞ്ഞത് ഒരു ഭാഗം എടുത്ത് വിമർശിക്കുന്നുവെന്ന് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ തൊഴിൽ വാസ്തവത്തിൽ ചെയ്തത് പ്രസംഗിച്ചവൻ തന്നെയാണെന്നാണ് ഉയരുന്ന വിമർശനം. ബാംഗ്ലൂർ വിദ്വാൻ സത്യത്തിൽ പറഞ്ഞത് അതേ വേദിയിൽ തന്നെയുള്ള AG ചർച്ചിന്റെ തന്നെ മറ്റൊരു അന്താരാഷ്ട്ര നേതാവിന്റെ സഭയിലെ കാര്യമാണ്. അത് ബാംഗ്ലൂരിൽ വലിയ വിവാദവുമായിരുന്നു. ഒരേ വേദിയിൽ വന്നവനിട്ട് ചെറുതായിട്ടൊന്ന് നൈസായി തോണ്ടി. പക്ഷേ ഞങ്ങളുടെ സഭയെന്ന് AGയെ കവർ ചെയ്ത് പറഞ്ഞപ്പോൾ അത് അപ്പന്റെയും മകന്റെയും സഭയെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലായി. ദ്രവ്യാഗ്രഹം മൂത്ത അപ്പന്റെ ബിസിനസ്സിൽ ആളുകൾ അർപ്പിച്ച പണം, അത് പന്നം പിടിച്ച നോട്ട് കണ്ട് പണ്ടേ പിടിവിട്ട് നിൽക്കുന്ന മോന്റെ തിരുവായിൽ നിന്ന് വാവിട്ട് പോയ കോടാലി ബൂമറങ്ങായി തിരിച്ചടിച്ചു. അത് കേട്ട അല്പസുബോധമുള്ളവരൊക്കെ ഈ കൊള്ളരുതായ്മയാണോ പെന്തക്കോസ്തിന്റെ പ്രത്യാശ എന്ന് ചോദിച്ച് രംഗത്ത് വന്നു. ഇതൊക്കെയാണോ പെന്തക്കോസ്തിന്റെ പ്രത്യാശ? ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ പിന്നെന്താ പെന്തക്കോസ്തുകാരുടെ പ്രത്യാശ? അത് യഥാർത്ഥമായി ഗ്രഹിച്ചവർ നിസ്സംശയം പറയും, നമ്മുടെ കർത്താവ് വേഗം വരുന്നു, നാം കർത്താവിനെ ആകാശമേഘങ്ങളിൽ എതിരേൽപ്പാൻ എടുക്കപ്പെടും, നാം പിതാവിന്റെ ഭവനത്തിൽ കർത്താവ് നമുക്കൊരുക്കുന്ന സ്വർഗീയ വാസത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന്. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ ഉത്സവ മാമാങ്കത്തിൽ ഒരുത്തന്റെ പോലും നാവ് പൊങ്ങിയില്ല. ന്യൂ ഇന്ത്യ ചർച്ചിന്റെ ഇപ്പോഴത്തെ നേതാവിന്റെ പ്രത്യാശ 4 ദിവസം സ്വന്തം പണം കൊണ്ട് വാങ്ങിയ പതക്കങ്ങളായിരുന്നു. പാടാൻ വന്ന ഇസബേലുകളുടെ പ്രത്യാശ പ്രതിഫലിക്കുകയും കോട്ടയത്തെ ന്യൂജൻ കള്ളപ്രവാചകന്മാരുടെ തരികിടകളുടെ പ്രത്യാശ ഈ മീറ്റിംഗ് വഴി കിട്ടാൻ പോകുന്ന പ്രമോഷനുമായിരുന്നു. അല്ലേ? പറഞ്ഞതിൽ തെറ്റുണ്ടോ? കഴിഞ്ഞ ദിവസം ഈ ബാംഗ്ലൂർ മൂത്ത പാസ്റ്ററുടെ ഒരു ഡയലോഗ് കേട്ടു. സ്തോത്ര കാഴ്ച ഇടുന്ന നോട്ടുകൾ മുഷിഞ്ഞതാണെന്നും പിച്ചക്കാശാണെന്നും അത് മാറ്റി പുതിയ നോട്ടുകൾ ഇടണമെന്ന ആഹ്വാനം. കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ഇവന്മാരെയൊക്കെ പടിക്കകത്ത് കയറ്റരുത്. ഇവന്മാർ പറയുന്നത് കേൾക്കാൻ മുന്നിൽ തന്നെ ചെന്നിരിക്കണം. നാണമില്ലേ വിശ്വാസികളെ?
ഇവന്മാരെയൊക്കെ ബഹിഷ്കരിച്ച് ചാണകവെള്ളം തളിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു.